ദിരികിട ദിം തനനന ദിം തനനദനദോ ദിം തനനന ദിം തന ദിരികിട ദിം തനനന ദിം തന ദിരികിട ദിം തനനന ദിം തനനദനദോ ടാറ്റാ. ഇവളാള് കൊള്ളാലോ, കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. എന്തായാലും പേര് കിട്ടിയതല്ലേ, ഒരു ഫ്ലെയിംസ് എടുത്തോ. അരവിന്ദ്, ഭദ്ര, ഫ്രണ്ട്സോ. ഓ അല്ലെങ്കിൽ ഇതൊക്കെ പണ്ടേ വിടായിപ്പോ. എന്തായാലും ഞാൻ പോയി ഇൻസ്റ്റയിൽ തപ്പട്ടെ. അരവിന്ദ്, എന്താ അരവിന്ദ് സ്വാമി, അരവിന്ദ് നായർ, അരവിന്ദ് നമ്പ്യാർ, മറ്റേ അരവിന്ദനെ മാത്രം കാണാനില്ല. ഇത്രയും വലിയ കിട്ടും ഈ ലോകത്ത് ഞാനില്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. നോക്കിക്കോ, ഞാൻ 2 ദിവസത്തിനുള്ളിൽ കണ്ടുപിടിച്ചിരിക്കും. ശരിക്കും എന്നെ അറിയില്ല, പിന്നെ ഏട്ടൻ വന്നോട് ഞാൻ നിർത്തിയതാ. അല്ലെങ്കിൽ അവൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു ഈ ജാനി ആരാന്ന്. നീ ചെയ്തതിൽ ഒരു തെറ്റില്ല, ഇങ്ങോട്ട് തട്ടിയിട്ടിട്ട് നിന്നെ ചെയ്ത് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ. ഏട്ടൻ വന്നോണ്ടാ. അടുത്ത പ്രാവശ്യം ഞാൻ കാണട്ടെ, എന്തെങ്കിലും പണി ഞാൻ ആ ഭൂതനിക്ക് കൊടുക്കും, നീ നോക്കിക്കോ. രണ്ടാളുണ്ടല്ലോ, ആരുടെ കുറ്റപ്പായ്മേ ഏട്ടനും കൂടെ കേട്ടെ പറ. തൽക്കാലം നിന്നോട് പറയുമ്പോൾ ആരും ഉദ്ദേശിക്കുന്നില്ല, അവിടെ നീ നിൽക്കും. നീ പറയണ്ട മോളെ ജാനി, നീ പറയടി എന്താ ഉണ്ടായേ? അത് ഞാൻ പറഞ്ഞുതരാടാ സച്ചി. നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എപ്പോഴാടാ വന്നേ? വീട്ടിൽ ചെന്നപ്പോ മുതൽ ഈ കുരിപ്പ് പറഞ്ഞതാ, ശ്രീകുട്ടീനെ കാണണം, എന്തോ പറയാണ്ട് എന്നൊരു സ്വൈര്യം തന്നില്ല, അതുകൊണ്ട് എടുത്ത് പോന്നതാ മോനെ. ഓഹോ, അപ്പൊ എന്തോ വലിയ പരിദൂഷണം പറയാൻ വന്നതാലേ? ഈ 8ലും 9ലും പഠിക്കാൻ നിങ്ങൾക്ക് പ്രസ്റ്റീജ് ഇഷ്യൂ, അപ്പൊ ഞങ്ങൾക്കോ? ഞങ്ങളുടെ പ്രശ്നം ഭയങ്കര സീരിയസാ. എന്താണ് ഇത്ര സീരിയസ് പ്രശ്നം? കേക്കട്ടെ. എന്റെ സച്ചി, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്ന് രാവിലെ അമ്മയ്ക്ക് ചോറ് ശരിയാവാത്തോണ്ട് ഇവളുടെ കൊടുത്തയച്ചതാ. ആ സമയത്ത് ഏതോ ഒരു പെണ്ണ് ഇവളെ വന്നാണ് തട്ടി. ആ ചോറ് നിലത്ത് പോയി. ആ പെണ്ണിനെ വിളിച്ച് പറയാത്തത് ഒന്നുമില്ല. ആ പെണ്ണ് തിരിച്ചു ഇങ്ങോട്ട് പറഞ്ഞു. അതാണ് ഇവളുടെ ഇത്രയും വലിയ പ്രസ്റ്റീജ് ഇഷ്യൂ. ഇത് ജാനി മോളെ, നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു. നിങ്ങളൊക്കെ ചിരിച്ചോ? ഞാൻ എന്തായാലും ഭൂതനിക്കുള്ള പണി കൊടുത്തിരിക്കും. നീ എന്തെങ്കിലും കാട്ട്, പിന്നെ തിരിച്ചവിടെ എന്തെങ്കിലും കിട്ടി ഒറ്റയ്ക്ക് വായിച്ചേക്കേണ്ടി വരും കേട്ടാ. ആടാ അരവിന്ദ്, നീ ഒന്ന് അമ്മയ്ക്ക് നല്ലൊരു കാര്യം പറയണ്ട. എന്താടാ പറയൂ. എടാ അതില്ലേ, സപ്പോസ് ഒരു പെൺകുട്ടിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കും, അത് നിന്നോട് വന്ന് പറഞ്ഞാൽ നീ എന്താ ചെയ്യാ? ഒന്ന് പോയടാ, ഒരു പ്രേമം അങ്ങനെ ഒരു പെണ്ണ് എൻ്റെ പിന്നാലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട് എന്നിപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ. സപ്പോസ് അങ്ങനെ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുന്ന ഞാൻ ചോദിച്ചത്. ഒന്ന് പോയ ചെക്ക, എനിക്കവിടെ പണിയുണ്ട്. ഒന്ന് പൊക്കെ അവൻ്റെ ഒരു ഊള ചോദ്യമായിട്ട് വന്നിരിക്കുക. പോവല്ലടാ, പറഞ്ഞിട്ട് പോയി വരത്തില്ല പെണ്ണുങ്ങൾ ഇവനെ കാട്ടുമാക്കാന്ന് വിളിക്കുന്നത്. ഇതൊക്കെ നടക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? പക്ഷെ എനിക്ക് തോന്നുന്നില്ല. അതെന്നെ സന്തോഷമായിട്ട് എൻ്റെ സംശയം. ഇതെങ്ങനെ നടക്കാനാ? പെട്ടെന്നൊന്നും നടക്കില്ല, പക്ഷെ ഈ സന്തോഷം അത് നടത്തിയെടുത്തിരിക്കും. മാധവന്റെ ചിട്ടി കമ്പനി ഒന്നെങ്കിൽ എൻ്റെ പേരിലോ എൻ്റെ മോൻ്റെ പേരിലോ എഴുതി ഞാൻ വാങ്ങിച്ചിരിക്കും. നീ നോക്കിക്കോ. എങ്ങനെ വാങ്ങാൻ അത് അച്ഛന്റെ പേരിലേക്ക്? ഇപ്പോ എനിക്കറിയില്ല, പക്ഷെ ഉടനെ തന്നെ ഞാൻ അത് എൻ്റെ പേരിലാക്കും. സച്ചി ഒരു പ്രശ്നമാവില്ലേ? എന്തിന്? അവനെ മാധവന് അതിനു വേണ്ടിയില്ലേ ഞാൻ അകറ്റിയത്. ഒന്നാമത് അവൻ ഈ ചിട്ടി കമ്പനിയിലൊന്നും താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ മാധവന്റെ കൂടെ നടന്നിട്ട് അവനെയും മാധവനെയും തമ്മിൽ ഞാൻ തെറ്റിച്ചത്. ഇതിനൊക്കെ അത് ചെയ്തിട്ടുണ്ടെങ്കിലും ആ കമ്പനി മാധവങ്ങൾ നമ്മുടെ പേരിൽ എനിക്ക് തോന്നുന്നില്ല. മാധവനങ്ങൾ എന്ത് പ്രശ്നം വന്നാലും സച്ചി മുന്നിലുണ്ടാവും. മോനെ, ഇന്ന് നമുക്ക് വേണ്ടിയിട്ടാണ് മാധവൻ സച്ചിയെ തല്ലിയത്. അതേപോലെ നമ്മളൊന്ന് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത വീഴാവുന്ന ആളേ ഉള്ളൂ ആ മാധവൻ. അത് ശരിയാ, നിങ്ങൾക്ക് വേണ്ടി ജീവൻ കളയാൻ നടക്കല്ലേ മാധവൻ. സ്വന്തം മോനെ പോലും നിങ്ങൾക്ക് വേണ്ടി തല്ലി. നമ്മൾ മാധവങ്ങളിലെ കമ്പനി പൊളിക്കുന്നു, സ്വത്ത് വാങ്ങുന്നു, കമ്പനി സ്വന്താക്കുന്നു. ഡീൽ ഡീൽ ഡീൽ. അയ്യടാ, പുതിയ മനസ്സിരിക്കുള്ളൂ. ഈ ശ്രീജിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇതൊന്നും ഇവിടെ നടക്കില്ല. ഇത് ശ്രീകുട്ടി പാത്രത്തിലിട്ട് ഒരതാതെ നല്ലപോലെ തിന്ന് മെലിഞ്ഞോണി കരിങ്കൊള്ളി പോലെ ആയിരിക്കുക. ഇന്നാലും പെണ്ണ് തിന്നില്ല. പിന്നെ ഇതേപോലെ ഉണക്ക സാധനം ഉണ്ടായിട്ടത് എങ്ങനെ തിന്നാനാ? അവന് ബിരിയാണി ഉണ്ടായിട്ടാ എനിക്ക്. നിന്നെ പോലല്ല അവനും ഒന്നും പറയരുന്ന് തിന്നണില്ല. നിനക്ക് അതേപോലെ തിന്നൂടെ? അമ്മ ഇത്തിരി കറിയും കൂടെ ഒഴിച്ചതൊന്നും ആവണില്ല. തീറ്റപ്രാന്തൻ. തീറ്റപ്രാന്തൻ നിന്റെ അച്ഛൻ. എന്റെ വാങ്ങൂട്ടാ.
ഹിഹി പെട്ടെന്ന് എനിക്ക് യോഗ അച്ഛനുള്ളതെന്ന് ഞാൻ മറന്നുപോയി. ശ്രീജയ ചോറൊന്നും എടുത്ത് വെക്കടി. അമ്മ ദേ അച്ഛൻ വന്നു. ആ ശ്രീകുട്ടി, ശ്രീജയ ഭക്ഷണം എടുത്ത് വെക്കടി, നല്ല വിശപ്പുണ്ട്. അമ്മ എനിക്ക് മതി, ഞാൻ പിന്നെ കഴിച്ചോളാം. ശ്രീജയ സന്തോഷും മേനിയും അച്ഛനൊക്കെ എന്തെങ്കിലും കഴിച്ചോ? ആ ഏട്ടാ അവര് കഴിച്ചിട്ട് നേരത്തെ കിടന്നു. ഈശ്വര, എന്നവർ തമ്മിലുള്ള ഈ പ്രശ്നം ഒന്ന് മാറതാണ്. എന്റെ പൊന്നിനെ നമ്മൾ തല്ലോ, സാരല്ല കേട്ടോ. നമുക്ക് അമ്മ ഇരുട്ട് തേടുത്തി വെളിച്ചത്തെ ചോറ് കൊടുക്കാം. അച്ഛൻ തല്ലോ. സോറി മോനെ, അച്ഛൻ എന്നെ മോനെ ഒരിക്കലും തല്ലില്ല. ഇതിനല്ലേ റൂമിൽ നിർത്തി പുറത്തേക്ക് പോകുന്നത്?